ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിച്ച് വിവരാവകാശ രേഖ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 ശസ്ത്രക്രിയകൾ മുടങ്ങിയത് ഉപകരണങ്ങൾ തകരാറിലായതിനെ തുടർന്നെന്ന് സമ്മതിച്ച് മെഡിക്കൽ കോളേജ്. എന്നാൽ ഒരു ശസ്ത്രക്രിയ പോലും മുടങ്ങിയില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഒരു ശസ്ത്രക്രിയ മുടങ്ങിയെന്നും 2 എണ്ണം മാറ്റിവെച്ചുവെന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. 3 ശസ്ത്രക്രിയകൾ ഒരു ദിവസം മുടങ്ങിയെന്ന് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയിരുന്നു. 4 ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന മെഡിക്കൽ കോളേജിന്റെ വിശദീകരണത്തിൽ ആരോഗ്യവകുപ്പ് വെട്ടിലായിട്ടുണ്ട്. ടി വി പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ഈ പറഞ്ഞതൊന്നുമല്ല കണക്ക്. 4 ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നത്. അത് ഈ ഉപകരണക്ഷാമം മൂലമാണ് എന്നത് വ്യക്തമല്ലേ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെ തന്നെയാണ് വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും ആധികാരികമായ രേഖ. ഡോക്ടർ പറഞ്ഞതോ അതല്ലെങ്കിൽ മന്ത്രി പറഞ്ഞതോ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലോ അല്ല. ഇതിലെ ആധികാരിക രേഖ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശദീകരണമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശദീകരണമാണ് വിവരാവകാശ രേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് റിപ്പോർട്ടറിന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളത് പുറത്തുവിടുകയും ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാ കണക്കുകളും പരിശോധിച്ചുകൊണ്ട് ഉപകരണങ്ങൾ തകരാറിലായതിൻ്റെ പേരിൽ 4 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നല്ല അരുൺ പറഞ്ഞത്. ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ്, യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ്. ഈ കാലയളവ് വിവരാവകാശ മറുപടിയിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിൽ കൂടിയും ഇത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ അതേ കാലയളവിലുള്ളതാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. കാരണം ആ സമയത്താണ് വിവാദമുയർന്നത്. അതിനെ സംബന്ധിച്ചാണ് വിവരാവകാശ അപേക്ഷ കൊടുത്തത്. സ്വാഭാവികമായി അതേ കാലയളവിലുള്ളതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടി വരും. ഇതിലുള്ള ഒരു പ്രശ്നം, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മന്ത്രി വീണ ജോർജ് പരസ്യമായി പറഞ്ഞത് അങ്ങനെ ഉപകരണം തകരാറായതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിയോടുള്ള മറുപടിയാണ് ഈ വിവരാവകാശ രേഖ. മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയാണ് പറയുന്നത് 4 എണ്ണം മുടങ്ങിയിട്ടുണ്ടെന്ന്. തീർന്നില്ല അരുൺ, ചില വിശദാംശങ്ങൾ അതിലുണ്ട്. അതിൽ ഒരുപാട് കൗതുകങ്ങളുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, പുറത്തുനിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്ത രോഗികളുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പട്ടിക ആശുപത്രിയുടെ പക്കലില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യമുള്ളത്, യൂറോളജി വിഭാഗത്തിന്റെ തലവൻ കൂടിയായ ഹാരിസ് ചിറക്കൽ ഉപകരണങ്ങൾ തകരാറിലായതിന്റെ പേരിൽ ഉപകരണങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കത്ത് നൽകിയപ്പോൾ ആ കത്ത് കൈമാറിയത് എച്ച് ഡി സിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് മാത്രമാണ്. അത് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചില്ല, അത് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചില്ല എന്ന ഗുരുതരമായ മറുപടി കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും അരുൺ, നേരത്തെ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ തകരാറിലായതിന്റെ പേരിൽ മുടങ്ങി എന്നുള്ള ഈ വെളിപ്പെടുത്തൽ, ഈ വിവരാവകാശ രേഖ ഏറെ ഗൗരവമുള്ളതാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഇതിന്റെ പ്രതികരണങ്ങൾ കൂടി വേണം. നമുക്ക് ഹാരിസ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരാവകാശ രേഖ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് എന്നുള്ളതാണ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 4 ശസ്ത്രക്രിയകൾ മുടങ്ങി ഉപകരണക്ഷാമത്തെ തുടർന്ന് എന്നുള്ളതാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. റിപ്പോർട്ടിന്റെ വിവരാവകാശ രേഖയിലാണ് ഈ മറുപടി. അപ്പോൾ ഹാരിസ് ഡോക്ടർ പറഞ്ഞതുപോലെ 3 അല്ല 4 എണ്ണം മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആരോഗ്യവകുപ്പ് നേരത്തെ എടുത്തിരുന്ന പ്രതിരോധം ഇവിടെ ദുർബലമാവുകയാണ്. ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്ന ശസ്ത്രക്രിയകളൊന്നും മുടങ്ങിയിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ വിവരാവകാശ രേഖയിൽ തന്നെ അങ്ങനെ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഉപകരണക്ഷാമത്തെ തുടർന്ന് എന്നുള്ളതാണ്.